കാറിൻ്റെ ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നല്ല സ്ക്വീക്കിംഗ് നോയ്സ്. റെനോ ഡസ്റ്ററാണ് വണ്ടി. ജസ്റ്റ് നമുക്ക് സൗണ്ട് ഒന്ന് നോക്കാം. ആദ്യം ഡോർ ഹിഞ്ചിൻ്റെയാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഡോർ ഹിഞ്ചിൻ്റെ ആ പോർഷൻസ് എല്ലാം ആദ്യം ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കി. പക്ഷേ പിന്നെയും സൗണ്ട് അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർ സ്റ്റോപ്പർ ലൂസാക്കി വിടുകയാണ് ചെയ്തത്. ഡോർ സ്റ്റോപ്പർ ലൂസാക്കിയപ്പോൾ സൗണ്ട് ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഡോർ സ്റ്റോപ്പറിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത്. ഡോർ സ്റ്റോപ്പർ നമ്മൾ വെറുതെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെക്കുമ്പോൾ തന്നെ ആ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഡോർ സ്റ്റോപ്പർ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡോർ സ്റ്റോപ്പർ ഞാൻ തിരികെ ഡോറിലേക്ക് പിടിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ സൈഡിലൊരു ബൂട്ടുണ്ട്. ആ ബൂട്ട് എല്ലാ വണ്ടിക്കും ബൂട്ട് കാണണമെന്നില്ല, ബൂട്ടില്ലാത്ത വണ്ടിക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി. ഞാൻ ആ ബൂട്ട് കുത്തിയെടുത്തു. ബൂട്ട് മാറ്റിയതിന് ശേഷം അതിനുള്ളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീസ് തള്ളി വെച്ചു. അപ്പോൾ ഈ ഗ്രീസ് തള്ളി വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഗ്രീസ് എല്ലാ സ്ഥലത്തും നമുക്ക് ചെല്ലത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റസ്റ്റ് ക്ലീനർ അല്ലെങ്കിൽ WD-40 എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലൊരു നോസിലിൻ്റെ അറ്റത്തൊരു ചെറിയ പൈപ്പും കൂടെ പിടിപ്പിച്ചിട്ട് നമുക്ക് വളച്ച് എങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പ്രിങ്ങും അതിൻ്റെ ചെറിയൊരു മൗണ്ടിങ്ങുമാണുള്ളത്. നമ്മൾ ലൂബ് ചെയ്യുമ്പം ഗ്രീസ് ഡയറക്റ്റ് അങ്ങോട്ട് എത്തത്തില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന സംഭവമാണത്. അതുകൊണ്ടാണ് നമ്മൾ റസ്റ്റ് ഓഫ് അല്ലെങ്കിൽ WD-40 അടിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്.